18 മാർക്സ് സ്കോർ ചെയ്യാൻ നമുക്ക് ഇതിൽ നിന്ന് പറ്റും. 1, 2, 3, 4 മാർക്സിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ വെയിറ്റേജ് അറിഞ്ഞിരിക്കണം. ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു RKNX. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. അപ്പൊ മക്കളെ, അത് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഫസ്റ്റ് എക്സാം, അതായത് മിഡ് ടേം എക്സാം ഇങ്ങ് വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, ബയോളജിയിൽ നമ്മൾ ഓൾറെഡി പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെ, ജീവന്റെ ജനിതകവും, പിന്നെ പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഈ മിഡ് ടേം എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, SCERT ഓൾറെഡി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര 1 മാർക്കിന്റെ, 2 മാർക്കിന്റെ, എത്ര 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എത്രയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഈ വെയിറ്റേജ് അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ. കാരണം ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിനാണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെ. ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് 20-ലധികം മാർക്ക് വാങ്ങാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ചാപ്റ്ററിന് വേണം നമ്മൾ കൂടുതൽ സമയം കണ്ടെത്താനായിട്ട്. എന്ന് വെച്ച് നമുക്ക് 2 ചാപ്റ്ററേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, ഈ 2 ചാപ്റ്ററിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്കൊരു ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കില്ല, ഒരു A+ വാങ്ങാൻ സാധിക്കില്ല. പക്ഷെ എങ്കിലും വെയിറ്റേജ് അറിയുമ്പോൾ ഏത് ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെ, ഏത് ചാപ്റ്ററാണ് നമുക്ക് കൂടുതൽ ഡിഫിക്കൽട്ട് ആയി വരുന്നത്, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിലെ കൂടുതൽ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഓൾറെഡി നമ്മൾ വെയിറ്റേജുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും എന്തായാലും കാണണം. കാരണം ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് നോക്കാം? അതായത് 2 ചാപ്റ്ററിൽ നിന്ന് അല്ലെ, നമ്മുടെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം വീതമാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഏതാണ്? ജെനറ്റിക്സ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ജനിതകം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 1 മാർക്കിന്റെ മൊത്തം 4 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ 1-ലാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 ക്വസ്റ്റ്യൻസ് അല്ലെ, അത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ബാക്കി 1 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ 2 മാർക്ക്, ഇവിടെ 2 മാർക്ക്. സോ ടോട്ടൽ നമുക്ക് ഇവിടെ 4 മാർക്സ് അല്ലെ. എന്താണ്? മൊത്തം 4 മാർക്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ചാപ്റ്റർ 1-ല് 2 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടടാ. അതായത് 2 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? ചാപ്റ്റർ 1-ൽ നിന്ന് പ്രതീക്ഷിക്കാം. അത് 3 തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. 3 അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ എവിടെ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്? ചാപ്റ്റർ 1-ൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 3 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ. എത്ര മാർക്കിന്റെ? 2 മാർക്കിന്റെ. ഓക്കെ, ഇനി ചാപ്റ്റർ 1-ൽ 3 മാർക്കിന്റെ മൊത്തം എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്? 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അത് 2 to 4-ന്റെ ഇടയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 2 to 3 ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിന്റെയാ? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ 1-ൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് 4 മാർക്കിന്റെ ചോദ്യം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് വന്നിരിക്കുന്നത് ചാപ്റ്റർ 1-ൽ നിന്നാണ്. പക്ഷെ അത് എപ്പോഴും ചാപ്റ്റർ 1-ൽ നിന്ന് തന്നെ വരണമെന്നില്ല. കാരണം 4 മാർക്കിന്റെ 1 ചോദ്യമാണ് ഉണ്ടാവുക. അത് ചാപ്റ്റർ 1-ൽ നിന്നോ ചാപ്റ്റർ 2-ൽ നിന്നോ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ചാപ്റ്റർ 2-ലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് 2 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ അല്ലെ. 2 മാർക്കിന്റെ 4 ചോദ്യങ്ങളാണ് എവിടെ നിന്ന് വന്നിരിക്കുന്നത്? ചാപ്റ്റർ 2-ൽ നിന്ന് വന്നിരിക്കുന്നത്. അതൊന്നില്ലെങ്കിൽ 3 ചോദ്യമാകാം, അല്ലെങ്കിൽ ഇതുപോലെ 4 ചോദ്യങ്ങൾ, ഈ ഒരു 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ചാപ്റ്റർ 2-ൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ചാപ്റ്റർ 2-ലാണ് അല്ലെ. അതായത് 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ അത് 3 ചോദ്യങ്ങളാവാം, അല്ലെങ്കിൽ 4 ചോദ്യങ്ങളും ആവാം. സോ 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ചാപ്റ്റർ 2-ൽ നിന്ന് 3 മാർക്കിൻ്റെത് പ്രതീക്ഷിക്കണം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു 4 മാർക്കിന്റെ ചോദ്യം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ചാപ്റ്റർ 1-ൽ നിന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ചാപ്റ്റർ 2-ൽ നിന്ന് ചോദിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം. ഒരൊറ്റ ചോദ്യമല്ലേ, അത് ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും വരാമല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമുള്ള നമ്മുടെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ മക്കളെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്?
അതായത് ചാപ്റ്റർ 1 ഏകദേശം 18 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. ചാപ്റ്റർ 2 ആണെങ്കിലോ ഏകദേശം 22 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര മാർക്സ് ആയി? അതായത് ടോട്ടൽ 40 മാർക്സ്. 40 മാർക്കിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതിൽ തന്നെ ചാപ്റ്റർ 1 18, ചാപ്റ്റർ 2 ആണെങ്കിലോ 22 മാർക്സ് ആണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. അപ്പൊ രണ്ട് ചാപ്റ്ററിനും നമ്മൾ എന്തായാലും 18 to 20 അല്ലെങ്കിൽ 22 അതിന്റെ ഉള്ളിൽ വേണം നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരൊറ്റ ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്ര സ്കോർ ചെയ്യാൻ പറ്റും? 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 20 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. മിനിമം അത്ര മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ട് ചാപ്റ്ററും കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 40 മാർക്സിന്റെ അടുത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ബോധത്തിൽ വേണം. കാരണം നമ്മുടെ മുന്നിൽ ഇനി ഒട്ടും സമയമില്ല. നിങ്ങൾക്കറിയാം മിഡ് ടേം എക്സാം ഏകദേശം ഒരു ഓഗസ്റ്റ് പകുതിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ മുന്നിൽ ആകെ ഒരു മാസത്തിന് അടുത്ത് മാത്രമേ ദിവസങ്ങളുള്ളൂ അല്ലെ. ആ ഒരു ടൈം കൊണ്ട് വേണം നമ്മളിപ്പോ എല്ലാ സബ്ജക്ട്സിലെയും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ ഉള്ളത് ആ ചാപ്റ്റേഴ്സ് മുഴുവനും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്പൊ ബയോളജിയുടെ കേസിനെ നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ 2 ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്ത് ഒരൊറ്റ ചാപ്റ്റർ ആക്കിയിട്ടാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് അത്രത്തോളം വലുപ്പമുണ്ട്, അത്രയും കണ്ടന്റ്സ് ഉണ്ട്, അത്രയും ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അത്രയും സമയം ചെലവഴിച്ചാൽ മാത്രമേ വളരെ വൃത്തിയായി അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തറവായിട്ട് ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ പുതിയ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പറും പുതിയതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറുകയാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മാറ്റമല്ല. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് റീസൺസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, CBSE ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ സാധാരണ നിങ്ങൾ കഴിഞ്ഞ വർഷം വരെ പഠിച്ചതുപോലെ പഠിച്ചിട്ട് കാര്യമില്ല. നന്നായി തന്നെ നിങ്ങൾ പഠിക്കണം. കോൺസെപ്റ്റ് മനസ്സിലാക്കി കണ്ടന്റ് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. ബൈ ഹാർട്ട് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മക്കളെ നോക്കി ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമ്മൾ നോക്കിയാൽ അതായത് ആദ്യത്തെ 4 ചോദ്യങ്ങൾ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 5ാമത്തെ ചോദ്യം മുതൽ 11ാമത്തെ ചോദ്യം വരെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 12 to 17 നമുക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങളും അതുപോലെ 18ാമത്തെ ചോദ്യമായിട്ടാണ് 4 മാർക്കിന്റെ ചോദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ചോദിക്കും അല്ലെ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 5 to 11 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 5, 6, 7, 8, 9, 10, 11 അതായത് 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? 2 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് 3 മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടടാ? 12, 13, 14, 15, 16, 17 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. 6 ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഒരു ചോദ്യമാണ് നമുക്ക് 4 മാർക്കിന്റെ ചോദ്യമായി വന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര ആയി? 18 ആയില്ലടാ. 7 + 7 എത്രയാ? 14 + 4 18. അപ്പൊ മൊത്തം 18 ചോദ്യങ്ങളാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് മിസ് ഇത് ഓർക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം വരെയുള്ള പാറ്റേൺ അല്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അല്ലെ. ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. 10 ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ 8 എണ്ണം എഴുതിയാൽ മതി എന്നുള്ള ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല ഇവിടെ. അപ്പൊ നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അത് മാത്രമല്ല നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പം അതെല്ലാം കുറച്ച് ലെവൽ ക്വസ്റ്റ്യൻസ് ആണടാ. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അല്ലെ. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ ഇത് ഇവിടെ മാച്ച് ചെയ്താൽ മാത്രം പോരാ. ആ മാച്ച് ചെയ്തത് പ്രകാരം അവർ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതാ കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. അതിന്റെ പുറമെ സ്റ്റേറ്റ്മെന്റ് റീസൺ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് 1 മാർക്കിന് മാത്രമല്ല, റീസൺസ് എഴുതാനായിട്ട് 2, 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇവിടെ നേരിടാൻ പോകുന്നത്. അതിന്റെയും പുറമെ പൊതുവേ നമ്മൾ കഴിഞ്ഞ വർഷം വരെയുള്ള 10ാം ക്ലാസ്സുകാരോട് പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ വാരി വലിച്ചു പഠിക്കേണ്ട, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, ഡെഫിനിഷൻ എഴുതാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതും മാറി. ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്, ഡെഫിനിഷൻ എഴുതാൻ പറയുന്നുണ്ട്. അപ്പൊ 1 വേർഡിൽ ആൻസറിന് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വൃത്തിയായി വിശകലനം ചെയ്ത് തന്നെ ഓരോ ഉത്തരവും എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വേണം ഓരോ ടോപ്പിക്കും പഠിച്ചെടുക്കാനായിട്ട്. 1 വേർഡ് അല്ല അല്ലെ, ഓരോ കോൺസെപ്റ്റും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാനും. അത് വെറുതെ പഠിച്ചാൽ പോരാ, ആൻസർ എഴുതാനും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ചില കുട്ടികൾക്ക് വായിച്ചു പഠിക്കുമ്പോൾ എല്ലാം ഓർമ്മയുണ്ടാവും, പക്ഷെ എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എഴുതാനും കൂടെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഇല്ല, നിങ്ങൾ കണ്ടില്ലേ.
ചോയ്സ് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. അവര് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് പറയും 5 to 11 വരെ, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഇങ്ങനെ ചോയ്സ് കാണും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാ പിന്നെ ചില ചാപ്റ്റേഴ്സ് വിട്ടാൽ കുഴപ്പമില്ല, എന്നാ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചാൽ മതി, രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കേണ്ട, അതിൽ നിന്ന് ചോയ്സ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒഴിവാക്കാലോ എന്ന്. അങ്ങനെയല്ല, ഇവിടെ ചോയ്സ് ക്വസ്റ്റ്യൻ ചില ചോദ്യങ്ങൾക്ക് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ 18ാമത്തെ ചോദ്യത്തിന് അവര് ചോയ്സ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. പക്ഷേ ഈ 2 ക്വസ്റ്റ്യനും ഒരേ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ ചോയ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ 2 ചോദ്യങ്ങളും ഒരേ ചാപ്റ്ററിൽ നിന്നാണ്, സെയിം ചാപ്റ്ററിൽ നിന്നാണ് ചോയ്സ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് മാത്രം, സെയിം ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. 2 ചാപ്റ്ററും പഠിച്ചാലേ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പോലും സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യവും നിങ്ങൾ ഓർത്തിരിക്കണം. സോ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറി എന്ന് പറയാൻ കാരണം. അത് വെറുതെ പറഞ്ഞതല്ല, പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം മക്കളെ നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ എക്സാം ആ മിഡ് ടേം എക്സാം അല്ലെ. SSLC എന്താണ് എന്ന് അറിയാൻ പോകുന്നു. SSLCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്, ഏത് രീതിയിൽ പഠിക്കണം അല്ലെ, പഠന രീതി എങ്ങനെ മാറ്റണം, എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഇങ്ങനെ പഠിച്ചാൽ മതിയോ, അല്ല പോരാ, നന്നായി തന്നെ പഠിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഈ ഫസ്റ്റ് എക്സാം, മിഡ് ടേം എക്സാം വെച്ചിട്ടാണ് അല്ലെ. എന്നാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം RKNX ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററിന്റെയും ലൈൻ ബൈ ലൈൻ അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുക. അപ്പൊ തന്നെ നിങ്ങൾ എന്താണ് ഓരോ ചാപ്റ്ററും സെറ്റ് ആയിക്കോളും. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചിൽഡ്രൻ, ടാറ്റാ.